ഹലോ, എന്താ ഇപ്പോൾ ഈ ആംഗിൾ എന്നല്ലേ? ഈ ആംഗിൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരി, വണ്ടി പോയി സൗണ്ട് വന്നല്ലോ. ഫോണിൽ ചാർജില്ല, ചാർജിനിട്ടേക്കാണ്. ട്രൈപോഡ് സ്റ്റാൻഡിലും ചാർജില്ല, അതും ചാർജിനിട്ടേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഈ ആംഗിളിൽ നിന്ന് ഈ വീഡിയോ തുടങ്ങാം. ഞാനിപ്പോൾ എൻ്റെ ഇയർഫോൺ തേടിക്കൊണ്ടിരിക്കുക. ഇന്നലെ വരെ ഞാൻ എൻ്റെ ട്രൈപോഡായിരുന്നു തേടിക്കൊണ്ടിരുന്നത്. ജീവിതം എന്തല്ലേ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തേടലാണ്. എന്നാൽ പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് തേടാം. അതാകുമ്പോൾ കുറച്ചുകൂടെ എനർജി കിട്ടുമല്ലോ. ബ്രെഡും പാലും മുട്ടയും പിന്നെ ഒരു ആർഭാടത്തിന് ബട്ടറും വെച്ച് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ വേറൊന്നുമല്ല, ഫ്രഞ്ച് ടോസ്റ്റ്, അതായത് ബ്രെഡ് ഓംലെറ്റ്. എങ്ങനെ ആരും പുച്ഛിക്കേണ്ട, ഇതെൻ്റെ ഒരു മെയിൻ ഡിഷാണ്. ഞാൻ ഉണ്ടാക്കുന്ന സംഭവം അടിപൊളിയാണെന്ന് കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർ പ്ലീസ് കോൺടാക്ട് ഡോണ ജോളിച്ചൻ. അല്ല, വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ നിങ്ങളുടെ പ്ലാൻ? എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എണ്ണ കാച്ചുക, അതായത് ഹെയർ ഓയിൽ ഉണ്ടാക്കുക, പിന്നെ സ്വന്തമായിട്ടുണ്ടാക്കി ഈ ബ്രെഡ് ഓംലെറ്റിനെ പുകഴ്ത്തി പറയുക. ഒന്നും പറയാനുള്ള സുഹൃത്തുക്കളെ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിനക്കെന്ത് പിരാന്താണോ? മുടിയിൽ എണ്ണ തേക്കുന്നു, മുടി വളർത്തുന്നു, പിന്നെ മുടി വെട്ടുന്നു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ഭാഗത്തൊക്കെ നല്ല മുടി വളർച്ചയാണ്. അപ്പം ചുരുണ്ട് കിടക്കുന്ന മുടിയും കൂടെ ആയതുകൊണ്ട് ഇപ്പം നിങ്ങൾ പറയും അത്രയും ചുരുണ്ട് നീളിച്ച് താഴോട്ട് കിടക്കുന്ന മുടി അല്ലല്ലോ എന്ന്. അല്ല, നെഹി. എന്നാലും എനിക്ക് ഇവിടെയൊക്കെ എന്തോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതിപ്പോൾ എന്നല്ല, അത് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലെന്തോ ഉള്ളതാണ്. അതങ്ങനെ ഞാൻ ഡയഗ്നോസ് ചെയ്യാനൊന്നും പോയില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. എൻ്റെ പ്രധാന ഘടകം ഇതാണ്, റോസ്മേരി. ഇത് ഒറിജിനൽ റോസ്മേരി ലീവ്സ് ആണ്. പിന്നെ ഞാൻ മൊത്തം ഒന്നും പറഞ്ഞു തരുന്നത്, കാരണം ഇതെൻ്റെ കമ്പനി സീക്രട്ടാണ്. കുറച്ച് നാളോടെ കഴിഞ്ഞ് ഞാൻ ഇതെൻ്റെ ഒരു ബ്രാൻഡായിട്ട് ഇറക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഞാൻ 3 തല നോക്കി വെച്ചിട്ടുണ്ട് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഓൾറെഡി എക്സ്പെരിമെൻറ്റ് ചെയ്ത് 2 തല നല്ല ഉയർച്ചകളിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീജ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ തലയിൽ ചെയ്തു, അവൾക്ക് നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ട്. എൻ്റെ ഡാഡിയുടെ തലയിൽ ഞാൻ തേച്ച് നോക്കി, പക്ഷേ ദാറ്റ്സ് അനദർ ടോപ്പിക്. എൻ്റെ അനിയത്തി യൂസ് ചെയ്തു നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് എനിക്ക് നന്നായിട്ട് ഗ്രോത്ത് ഫീൽ ചെയ്തൊരു സാധനമാണ് ഈ സാധനം. ഞാൻ യൂഷ്വലി നാട്ടിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്, പക്ഷേ ഇവിടെ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ദിസ് ഇസ് 100% പ്യുവർ കോക്കനട്ട് ഓയിൽ, പ്രീമിയം ക്വാളിറ്റി. പിന്നെ ഞാൻ എടുക്കുന്നത് മൊത്തം അടിച്ചാണ് ഇപ്പം. ദിസ് ഇസ് ആൽമണ്ട് ഓയിൽ, അഗെയിൻ KTC, ഇതേ ബ്രാൻഡിൻ്റെയാണ്, നമ്മൾ മലയാളിക്കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണിത്. പിന്നെ അയ്യോ, ഞാനൊരു കാസ്റ്റർ ഓയിൽ എവിടെയോ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ തപ്പിയെടുത്തിട്ട് വരട്ടെ, ഇപ്പോൾ വരാം. കിട്ടി. ഇതൊക്കെയാണ് ഞാൻ എണ്ണ കാച്ചാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ആൻഡ് ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും. ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം എനിക്ക് എൻ്റെ തലയിൽ സൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. കാരണം ചിലർക്ക് എല്ലാം ഏൽക്കണമെന്നൊന്നുമില്ല. അതായത് എനിക്ക് ഓലിവ് ഓയിൽ പേഴ്സണലി സെറ്റ് ആവില്ല. ഞാൻ ഓലിവ് ഓയിൽ ഒരു 2 months യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് വെൻ ഐ സ്റ്റോപ്ഡ് ഇറ്റ്, എൻ്റെ ഹെയർ ഫോളും സ്റ്റോപ്പായി. ഇതിലെ മെയിൻ കഥാപാത്രമായ റോസ്മേരി നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പിന്നെ കുറച്ച് ഒനിയൻ ജ്യൂസോടെ ആവാം. എന്നെ അവിടെ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ആദ്യം പോയി ചോറും കറി ഉണ്ടാക്കാം. അതായത് ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണ്ടേ. അടിപൊളി ക്യാരറ്റ് തോരൻ റെഡിയായി, അതേപോലെ തന്നെ എണ്ണ റെഡിയായി. ഒരു 8 to 10 hours ഞാൻ വെച്ചതിന് ശേഷമാണ് ജാറിലോട്ട് ഞാൻ മാറ്റിയത്. അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ, നവ്യ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നവ്യ വന്നത് വെറും കൈയുടെ അല്ല, എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ്. പിന്നെ ഒട്ടും റൊമാൻറ്റിക് അല്ല എന്ന് വിചാരിച്ച എൻ്റെ ഹസ്ബൻഡ് ഇതാ സുഹൃത്തുക്കളെ 8000 കിലോമീറ്റർ ദൂരത്തു നിന്ന് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് വേണ്ടി റെഡ് റോസസ് കൊടുത്തുവിട്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് എന്താ അയച്ചതെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഞാനൊരു ബൊക്കയും ഫ്ലവറൊക്കെ അയച്ചായിരുന്നു. പക്ഷേ അങ്ങ് എത്തിയത് എന്താണെന്നറിയോ? ഇപ്പം കാണിച്ചു തരാം സ്ക്രീനിൽ. സെപ്റ്റോക്കാരെന്നെ പറ്റിച്ചതാ. ഒരു റോസും ഒരു ചോക്ലേറ്റുമാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷെ അതിലൊന്നും കാര്യമില്ല, സ്നേഹത്തിനല്ലേ കാര്യം എന്നും പറഞ്ഞ് സമാധാനിച്ചിരുന്ന എനിക്ക് കിട്ടിയത് ഈ ഒരു സർപ്രൈസ് ആയിരുന്നു. അവിടെ നിന്ന് നവ്യയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞ് എനിക്ക് സാധനങ്ങളൊക്കെ ഒപ്പിച്ച് റെഡിയാക്കി തന്ന എൻ്റെ ഹസ്ബൻഡിന് ഒരു വളരെ വളരെ പെരുത്ത നന്ദിയും സ്നേഹവും ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും റെഡ് റോസസ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഏതായാലും റെഡ് റോസസ് ഒക്കെ കിട്ടിയതല്ലേ, അന്നാ റെഡ് ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് വെച്ചു. നവ്യ ഇവിടെ ഉള്ളതുകൊണ്ട് നവ്യയാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ. ഒരു അടിപൊളി ഫോട്ടോ നവ്യ എനിക്ക് എടുത്തു തന്നു. ഇത്ര ദൂരെ ആയിരുന്നിട്ടും ഈ ഒരു ദിവസത്തിൽ ഞാൻ താങ്കളെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത്രയുമൊക്കെ എനിക്ക് വേണ്ടി ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി താങ്ക്സ്. ആൻഡ് താങ്ക്സ് ടു നവ്യ ഫോർ മേക്കിംഗ് ഓൾ ദിസ് ഹാപ്പൻ. ക്രിഞ്ച് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ലൈഫിൽ കുറച്ചൊക്കെ ക്രിഞ്ചില്ലെങ്കിൽ എന്താ ലൈഫ് അല്ലേ. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.